മീഡിയാസ് ബാക്ക് പടം നിങ്ങൾ കണ്ടിട്ട് പറ ബ്രോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകരായിട്ട് ഇരുന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ വർക്ക് ചെയ്തതിന് ഒരു ഫലം ഉണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ അതെ, ഈ കൂടുതലും പ്രേക്ഷകർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു അങ്ങനെ അവർക്ക് റിലേറ്റ് ആവും. എല്ലാരും മുമ്പിലോട്ടോ കിട്ടും. ഫാമിലി ആയിട്ട് സിനിമ കാണാൻ പോകുന്നില്ല. എന്തെങ്കിലും പറ ബ്രോ. അടിപൊളിയായിട്ടുണ്ട്. കലക്കി അടിച്ചു പൊളിച്ചു. അടിപൊളി പടം, കിണ്ണം കാഴ്ച പടം. ഒരുപാട് നാളായി ഇത്രയും നല്ല സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് തിരിച്ച് അവസാനം കരയിപ്പിച്ചിറങ്ങി വിട്ടു. പിന്നെയും പിരിച്ചു. നല്ല പടമാണ്, എൻഗേജിംഗ് ആണ്, കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു പടം, നല്ല പടം, അടിപൊളി നല്ലായിരുന്നു. നല്ല സിനിമയാണ്. വാഴയെന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ കൊള്ളില്ലാന്ന രീതിയാണ്. അത് തെളിയിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് എന്ത് ചെയ്യാൻ നല്ല പടമാണ്. നല്ല പടം, അടിപൊളി പടം, അടിപൊളി പടം, സൂപ്പർ സിനിമ. ചിരിക്കാം, കരയാം. സൂപ്പർ ഗംഭീരം ഗംഭീരം സൂപ്പർ പടം, അടിപൊളി പടം. ഫസ്റ്റ് വാച്ച് മൂവി ആട്ടോ, എല്ലാരും പോയി കാണണേ. അടിപൊളി അടിപൊളി, കരഞ്ഞു മൂക്കട്ടോ. അടിപൊളി അടിപൊളി പടം. സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി. മസ്റ്റ് വാച്ച്, മസ്റ്റ് വാച്ച്. കൊള്ളാം, നല്ല പൊളിപ്പാടം. കിടിലം, കൊള്ളാം. നല്ല പടമായിരുന്നു. സൂപ്പർ സൂപ്പർ. നല്ല പടമാണ്. അതെ അതെ അതെ. നിങ്ങൾ പറയൂ, എങ്ങനെയുണ്ട്? വർക്കൗട്ട് ആയോ? എല്ലാരോടും കാണാൻ പറയാം. ഓക്കെ, ആശുരായിട്ട് ആശുരല്ലേ നമ്മള് വരുന്നു ഇനി. ഓക്കെ, കണക്ഷൻ ചെറുതായിട്ട് വിട്ടുപോണ പിള്ളേരുണ്ട്. ഭൂരിഭാഗം അങ്ങനെയാണ്. അവർക്ക് എന്താണെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷൻ കണക്ട് ആവും. ആ ഒരു അച്ഛൻ മകൻ എന്നുള്ള ബോണ്ട് വിട്ടുപോയവർക്ക് അതൊരു ഭയങ്കര പെയിൻ ആയിരിക്കും അവസാനം വരുമ്പോൾ. ഓക്കെ, താങ്ക് യു. അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല പടങ്ങൾക്ക് എല്ലാരും വിളിക്കുന്നുണ്ട്. ഇപ്പം ചേട്ടൻ തന്നെ ഗുരുവായൂരമ്പലനടയിലും അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇതിലേക്ക് വിളിച്ചത്. അങ്ങനെ വന്നതൊക്കെ നല്ലതായിരുന്നു. ഓ, താങ്ക് യു. വെറുതെ അതെനിക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമറ മുന്നിൽ കരയണം. അപ്പൊ ആ ഒരു ഇതുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ആവുന്നുള്ള പേടിയിരുന്നു. അപ്പൊ ഓപ്പോസിറ്റ് ജഗദീഷായിട്ട് നിന്ന് കരയാണ്. അപ്പൊ പുള്ളിയുടെ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി കരച്ചിൽ വന്നു. എനിക്ക് പഴയ കുറച്ച് വിഷമമുള്ള സാധനങ്ങളൊക്കെ ട്രിഗർ ആയപ്പോ തന്നെ കരഞ്ഞു പോയതാണത്. അപ്പൊ ഞാൻ കരയണായിരുന്നു അവിടുന്ന്. അപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം സിറ്റുവേഷൻസ് ഒക്കെ കണക്റ്റഡ് ആണ്. ഫാദർ സൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പലതും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു സാധനം. സ്റ്റണ്ട് കുറച്ച് പാടായിരുന്നു. ഇഞ്ചുറീസ് ഒക്കെ പറ്റിയായിരുന്നു. തലയൊക്കെ ഇടിച്ച സീനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഓൾ സിനിമ നന്നായിട്ട് വരുമ്പോ ഹാപ്പി. അച്ഛൻ മകൻ ബോണ്ടാണ്. നമ്മൾ പ്രായമാകുമ്പോൾ അച്ഛനായിട്ടുള്ള ഒരു കണക്ഷൻ സ്വാഭാവികമായിട്ട് മക്കൾക്ക് വിട്ടുപോകും. ആ മക്കൾക്ക് പെൺപിള്ളേർക്ക് കണക്ഷൻ കൂടും, അമ്മക്കൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ കണക്ഷൻ കുറയും. ആ ഒരു
കണക്ഷൻ റീബൗണ്ട് ആവും എന്ന് വിചാരിക്കണം ഈ പടം കാണുമ്പോ. അതായത് ആരും ഒന്നും പേഴ്സണലി പറയണല്ല, നന്നാവാൻ വേണ്ടി പറയണതാണ്. മക്കളത് എടുക്കുന്നത് വേറെ സെൻസിലാണ്. അപ്പൊ ആ ഒരു അച്ഛനോടുള്ള എന്തായാലും ഈ പടം കണ്ടു കഴിഞ്ഞാൽ അച്ഛനൊന്ന് കാണാൻ തോന്നും. നമുക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നും. അതെ അതെ, അച്ഛനെ കെട്ടിപ്പിടിക്കാൻ പോലും പറ്റാത്ത ഒരു മക്കളാണ് നമ്മളൊക്കെ. ഞാൻ കെട്ടിപ്പിടിക്കാറുണ്ട്, ഞാൻ എപ്പായിട്ട് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കണക്ട് ആയി ഈ പടം, പലരുടെ അവസ്ഥ. ഹലോ, നല്ലായിരുന്നു നല്ലായിരുന്നു. തോന്നും, അത് ശരിയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കണക്ട് ആവുക. ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും കുറച്ച്. എന്തായാലും എല്ലാരും പോയി കാണുക. നല്ലായിരുന്നു എല്ലാതും. എന്താ എല്ലാരും പോയി കാണുക എന്തായാലും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ, ആവശ്യത്തിന് ചിരിക്കാനുണ്ട്. നമ്മുടെ റോള് കുറച്ച് സീരിയസ് റോളാന്നുള്ളതേ ഉള്ളൂ. ഇമോഷൻസ് ഉള്ള വേഷമാണ്. പിന്നെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാര്യം ഭയങ്കര വൈബല്ലേ. പിന്നെ അത് പടം കണ്ടോ? ഇല്ലല്ലോ. കണ്ടാ എന്റെ എങ്ങനെ വന്നു? ഇമോഷൻ ആയില്ലേ? അത് തന്നെ എന്റെ അവസ്ഥ. അടിപൊളി. പ്രേക്ഷകരോടെ കണ്ടപ്പോ ഗംഭീരം, അടിപൊളി, ഒരു രക്ഷ. അതെ അതെ. അപ്പൊ അങ്ങനെ അത് കാരണം ആരും വാഴകളൊന്നുമല്ലല്ലോ ജനിക്കുന്നത്. ഇപ്പൊ വാഴ മനസ്സിലായോ? വാഴ നല്ലതാണ്. ഇല്ല, ഇപ്പൊ വരുന്നത് അങ്ങനെയാണ് വരുന്നത്, വർക്ക്ഔട്ട് ആവുന്നത്. കോമഡി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അപ്പുറത്ത് ഓടുന്നു, നുണക്കുഴി ഓടുന്നുണ്ട്, അതിന്റെ കോമഡിയാണ് ഞാൻ. ദൈവാനുഗ്രഹം. അയ്യോ, ഒരുപാട്. അതെല്ലാം ദൈവാധീനം ഒന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവാധീനമാണ്, അല്ലാതെ എന്റെ കഴിവൊന്നുമല്ല. അല്ല, നിങ്ങളാണ് പറയേണ്ടത്. നമുക്ക് ഇഷ്ടമാണല്ലോ. നമുക്ക് നമ്മുടെ സിനിമ എപ്പോഴും ഇഷ്ടമായിരിക്കും. ആരും ഇഷ്ടമല്ലാതെ ഒരു സിനിമ ചെയ്യാറില്ലല്ലോ. ഇനിയും ഓഡിയൻസിന്റെ അഭിപ്രായം തീരുമാനിക്കും. അല്ല, അത് അങ്ങനെയൊന്നും അല്ല. അത് ഞാൻ മാത്രം വിചാരിച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ ഡയറക്ടർ, ക്രൂ, സ്ക്രിപ്റ്റ് എല്ലാം നന്നായപ്പോഴാണല്ലോ പടം, റൈറ്റർ എല്ലാം നന്നാവുമ്പോഴാണല്ലോ പടം വർക്കാവുന്നത്. കേട്ടില്ല. സിനിമ ഹിറ്റാവണമെങ്കിൽ ഇതില്ല തന്നെ കാസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? അത് അങ്ങനൊന്നും ഒന്നുമില്ല. വേറെ എത്ര പടങ്ങളുണ്ട്. അതെ അതെ. അല്ല, ഇമോഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. കാരണം അത് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഈ പടത്തിനകത്ത് അറിയത്തില്ല. കാരണം റീൽസിനകത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ കോമഡികൾ ഇമോഷണൽ സാധനം നമുക്ക് അറിയത്തില്ല ഇത് എങ്ങനെ ചെയ്യും. പക്ഷെ അത് ആൾക്കാരൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. അടിപൊളി സിനിമയാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാരും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫിലിമിലാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് എനിക്ക് കാണുന്നുണ്ട്. ഞാൻ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് കരച്ചിലായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു. എല്ലാ ഇമോഷണൽസും ഉണ്ട്. ഫീലിങ്സ് ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. കോമഡി ആണെങ്കിലും ഒക്കെ. എല്ലാരും പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാരും അടിപൊളിയായിട്ടുണ്ട്. ഒരാളെ പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാരും നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറയും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് ആഗ്രഹം. ആവുമായിരിക്കും. പ്രേക്ഷകരോടെ കണ്ടപ്പം ഒരുപാട് സന്തോഷമുണ്ട് ബ്രോ. ഞാൻ ഒരു അവസാനത്തെ ഒരു 20 മിനിറ്റ് കരയരുതെന്ന് വിചാരിച്ചിരുന്ന കരഞ്ഞു. നമ്മളെല്ലാവരും ഭയങ്കര രസമുണ്ട്. അത് പടം തിയേറ്ററിൽ കയറി കണ്ടാൽ ആ ഒരു ഫീല് മനസ്സിലാവും. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പായിട്ടും അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അത് രവിചേട്ടൻ ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആനന്ദ് മേനോനും രണ്ട് രവിചേട്ടനും ആനന്ദേട്ടനും കൂടെ സോറി
പറയാൻ പറ്റില്ല. എല്ലാരും കാത്തിക്കുന്നത് ആശീർവാദത്തോടെ പോകുമ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരോട് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല സത്യമായിട്ടും. ഇത്ര നന്നായിരിക്കും എന്ന് വിചാരിച്ചില്ല. അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും പോയിട്ട് കാണാം. ഇപ്പൊ ടീമിന്റെ കൂടെ കണ്ട് ഇറങ്ങിയുള്ളൂ. എല്ലാരും ഭയങ്കര ഇമോഷണൽ ആണ്. ഇപ്പൊ തന്നെ കുറെ റിവ്യൂസ് വരുന്നുണ്ട് വർക്കായി എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടോ വർക്കായോ? അപ്പൊ അതന്നെ ഈ